You are a good man. You are a good man. You really are what America is all about. കോടതി മുറിയിലെത്തുന്ന ഓരോ മനുഷ്യരോടും അവരുടെ ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചോദിച്ചറിഞ്ഞ് അനുകമ്പയോടെ വിചാരണ നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ കേസ് ഒഴിവാക്കുന്നൊരു ന്യായാധിപൻ, കുട്ടികളെ വളരെ സ്നേഹത്തോടെ അരികിലേക്ക് വിളിച്ച് തമാശ പറയുന്നൊരു ജഡ്ജി. ഈ കരുണയുള്ള മനോഭാവം തന്നെയായിരുന്നു കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ഫ്രാങ്ക് കാപ്രിയോയ്ക്ക് വലിയ സ്ഥാനം നേടിക്കൊടുത്തത്. 1985 മുതൽ 2023 വിരമിക്കുന്നതുവരെ യുഎസിലെ പ്രൊവിഡൻസ് മുനിസിപ്പൽ കോടതിയുടെ ചീഫ് ജഡ്ജിയായിട്ടാണ് കാപ്രിയോ സേവനമനുഷ്ഠിച്ചത്. ഏകദേശം 40 വർഷം നീണ്ടുനിന്ന ജുഡീഷ്യൽ ജീവിതം. ഇക്കാലമത്രയും മനുഷ്യർക്ക് നന്മയുടെ, കരുതലിന്റെ സന്ദേശം നൽകാനായിരുന്നു ഫ്രാങ്ക് കാപ്രിയോയുടെ ശ്രമം. ഇക്കഴിഞ്ഞ ദിവസം തന്റെ 88-ാം വയസ്സിൽ മരണമടഞ്ഞപ്പോൾ അദ്ദേഹം പകർന്ന ആ നല്ല വാക്കുകൾ കാപ്രിയോയ്ക്കരികിലേക്ക് തിരികെ എത്തി എന്ന് വേണം പറയാൻ. യുഎസിലെ പ്രൊവിഡൻസ് മുനിസിപ്പൽ കോടതിയുടെ ചീഫ് ജഡ്ജിയായിരുന്നു കാപ്രിയോ. പാർക്കിംഗ് നിയമലംഘന കേസുകളിൽ നടത്തുന്ന വിചാരണ വീഡിയോകൾ ക്യാച്ച് ഇൻ പ്രൊവിഡൻസ് എന്ന ഷോയിലൂടെ പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ പ്രേക്ഷകർക്ക് ഭാഷയുടെയോ രാജ്യത്തിന്റെയോ അതിർവരമ്പില്ലാതിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ മനുഷ്യത്വപരമായ നിലപാടുകളുടെ സ്വാധീനം എത്ര ശക്തമായിരുന്നു എന്ന് തെളിയിക്കുന്നുണ്ട്. 96 വയസ്സുള്ള ഒരു വൃദ്ധനായ മനുഷ്യൻ ഓവർ സ്പീഡിന്റെ പേരിൽ പിടിക്കപ്പെട്ടപ്പോൾ ജഡ്ജി കാപ്രിയോ അതീവ ശ്രദ്ധയോടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുകയാണ്. 63 വയസ്സുള്ള ഓട്ടിസം ബാധിതനായ തന്റെ മകന് ക്യാൻസർ പിടിപെട്ട് ചികിത്സയ്ക്കായി കൊണ്ടുപോകുമ്പോഴാണ് അമിത വേഗതയിൽ ഇയാൾ കാർ ഓടിച്ചത്. ഇത് കേട്ടയുടനെ കാപ്രിയോ അദ്ദേഹത്തെ ഒരു പിതാവെന്ന നിലയിൽ ഈ 96-ാം വയസ്സിലും തന്റെ മകനെ പരിചരിക്കുന്നതിൽ അഭിനന്ദിക്കുകയാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ പിഴ റദ്ദാക്കുകയും ചെയ്യുന്നു. ക്യാച്ച് ഇൻ പ്രൊവിഡൻസ് ഷോ ഒരു ഓൺലൈൻ സെൻസേഷൻ ആയിരുന്നു. അതിന്റെ ക്ലിപ്പുകൾ ടിക്ടോക്കിലും യൂട്യൂബിലും വൈറലായി. ഗതാഗത നിയമലംഘനത്തിൽ പിടിക്കപ്പെട്ട കുടിയേറ്റക്കാരോടും ടൂറിസ്റ്റുകളോട് പോലും കാപ്രിയോ എങ്ങനെ പെരുമാറിയിരുന്നു എന്നത് ഇന്നത്തെ ലോകം കാണേണ്ടത് തന്നെയാണ്. തുർക്കിയിൽ നിന്നും വന്നൊരാൾ വിചാരണയ്ക്കിടയിൽ തന്റെ ഇംഗ്ലീഷ് അത്ര ഫ്ലുവന്റ് അല്ലെന്ന് തെറ്റുകളുണ്ടാകുമെന്നും പറയുമ്പോൾ കാപ്രിയോ അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം കൊടുക്കുന്നു. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലുള്ള മകളെ സന്ദർശിക്കാനെത്തിയ പിതാവിനെ കൊണ്ട് തന്നെ മകൾക്കെതിരെയുള്ള പാർക്കിംഗ് നിയമലംഘന ശിക്ഷയിൽ വിധിക്കാൻ ജഡ്ജിയുടെ സ്ഥാനത്ത് കയറ്റി നിർത്തിയ ഈ വീഡിയോ 7 മില്യൺ കാഴ്ചക്കാരെ നേടിയിരുന്നു. 1936 റാഡ് ഐലൻഡിലെ പ്രൊവിഡൻസിൽ ഒരു ഇറ്റാലിയൻ അമേരിക്കൻ കുടുംബത്തിലാണ് ഫ്രാങ്ക് കാപ്രിയോ ജനിച്ചത്. തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും പ്രൊവിഡൻസിൽ ചെലവഴിച്ച അദ്ദേഹം പിന്നീട് ചീഫ് മുനിസിപ്പൽ ജഡ്ജിയായി തന്നെ പ്രൊവിഡൻസിൽ സേവനമനുഷ്ഠിച്ചു. 2023 ന്യായാധിപ സ്ഥാനത്ത് നിന്നും അദ്ദേഹം വിരമിക്കുമ്പോൾ ഒരു കർക്കശക്കാരനായ ജഡ്ജിയുടെ ചിത്രമായിരുന്നില്ല കാപ്രിയോയ്ക്ക് ഉണ്ടായിരുന്നത്. വളരെ സൗമ്യനായ, മനുഷ്യസ്നേഹിയായ ഒരു നിയമപാലകൻ. ഫ്രാങ്ക് കാപ്രിയോ എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ യൂട്യൂബ് പേജിൽ 5 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ യൂട്യൂബ് ചാനലിലൂടെ തന്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷവും കാപ്രിയോ ആളുകളുമായി സംവദിച്ചു. ക്യാൻസർ ബാധിതനായിരുന്ന കാപ്രിയോ മരണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പോലും ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതിൽ എല്ലാവരോടും പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം യാചിച്ചു. തനിക്ക് പ്രാർത്ഥനയുടെ ശക്തിയിൽ വിശ്വാസമുണ്ടെന്നും തന്നെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്നും കാപ്രിയോ പറഞ്ഞു. എന്നാൽ ഏറെ വൈകാതെ തന്നെ ക്യാൻസറിനോടുള്ള തന്റെ പോരാട്ടം അവസാനിപ്പിച്ച് അനേകം മനുഷ്യരുടെ മനസ്സിൽ ഇടം പിടിച്ച് അവർക്കെല്ലാം ഒരു നന്മയുടെ, സൗഹൃദത്തിന്റെ ഓർമ്മ സമ്മാനിച്ച് കാപ്രിയോ ഈ ലോകത്തോട് വിട പറഞ്ഞു.